ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. തിരുസഭ മാതാവിനോട് ചേർന്ന് വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. യേശുവിനെ കാണാനെത്തുന്ന സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നത്. യഹൂദമത ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട 3 അനുഷ്ഠാനങ്ങളാണ് ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. യഹൂദമതത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അധികാരികൾ മുതൽ എല്ലാവരും ഈ കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റി തന്നെ മുന്നോട്ട് പോകാറുണ്ട്. ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ ഒരുവനെ ആത്മീയ നിറവിലേക്കും സംതൃപ്തിയിലേക്കും നയിക്കുമെന്ന് യഹൂദമതം ജീവിച്ചിരുന്നവർ വിശ്വസിച്ചിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി യോഹന്നാൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദ്യം ചോദിക്കുന്നത്. ഈശോ അവർക്ക് കൃത്യമായ മറുപടിയും കൊടുക്കുന്നു. ഉപവാസം ഒരുവനെ ആത്മീയ ഉണർവിലേക്ക് നയിക്കും എങ്കിലും അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒരുവൻ്റെ ആത്മീയത ഒതുങ്ങിപ്പോയാൽ ലക്ഷ്യത്തെ മറന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗത്തെ മാത്രം പിന്തുടരുന്നവന് തുല്യനാണ് എന്ന് ഈശോനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മതവും മത ആചാരങ്ങളും ഒരുവനെ ആത്മീയ സംതൃപ്തി നൽകുകയും ദൈവത്തിലേക്ക് നയിക്കുന്നതുമാകണം എന്ന് ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മീയ ജീവിതം പുറമേയുള്ള ധർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പൂർത്തീകരണങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഒരുവൻ്റെ ആത്മീയത ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ദൈവവുമായുള്ള നിരന്തര ബന്ധവും ദൈവവുമായുള്ള അതിരുകളില്ലാത്ത സ്നേഹവുമാണെന്ന് ഈശോനാഥൻ വ്യക്തമാക്കുന്നു. നാം നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നമ്മുടെ ആത്മീയ അന്വേഷണങ്ങൾ എല്ലാം തുടരേണ്ടത് കർത്താവിനോടുള്ള അതിരറ്റ സ്നേഹത്തെ പ്രതിയാണ്. പലപ്പോഴും ദൈവത്തിനായുള്ള അന്വേഷണങ്ങൾ ബാഹ്യമായ പ്രകടനങ്ങളിലും കർത്തവ്യങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് നാം ആഴമായ ദൈവാനുഭവങ്ങളില്ലാത്ത ആത്മീയ ജീവിതവുമായി ഭാരപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത്. നമുക്ക് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കാം. അങ്ങനെ നമ്മുടെ ആത്മീയ അന്വേഷണങ്ങൾ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലും പ്രകൃതിയെ മനസ്സിലാക്കുന്നതിലും ജീവജാലങ്ങളെ പരിഗണിക്കുന്നതിലേക്കും ആഴമായി വളരും. അപ്പോൾ നാം നമ്മുടെ കർത്താവിൻ്റെ ഉത്തമ ശിഷ്യരാവുകയും ചെയ്യും. നമുക്ക് അതിരുകളില്ലാതെ കർത്താവിനെ സ്നേഹിക്കുന്നതിനായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.